കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ചായ കുടിയൊക്കെ കഴിഞ്ഞോ? അങ്ങനെ നമ്മൾ രാവിലെ അടൂരെത്തി. ഞാൻ പന്നിവിടയിൽ നിന്ന് അങ്ങോട്ട് റോഡ് വഴിയാണ് അങ്ങോട്ട് കയറിപ്പോയി. അടൂർ മെയിൻ റോഡ് വഴിയൊക്കെ പോയില്ല. അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ ചന്തയുടെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യം കാണിച്ചതാണ് കൃഷ്ണനമ്പലത്തിൻ്റെ അടുത്തുള്ള ഈ കാണുന്ന നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ അതിൻ്റെ ഇടഭാഗത്തോട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടാണ് അങ്ങോട്ട് പോയത്. നമ്മൾ അടൂർ സ്റ്റാൻഡിലോട്ടൊന്നും അങ്ങോട്ട് പോയില്ല. ചന്തയുടെ അവിടോട്ടാണ് വന്നിറങ്ങിയത്. അങ്ങനെ നമ്മൾ ആ വഴി അങ്ങോട്ട് ചെല്ലുന്ന വഴിക്കാണ് നമ്മുടെ ഹോളി ക്രോസ് ഹോസ്പിറ്റല്. അപ്പോൾ അവിടെ നിന്നും എൻ്റെ കൂട്ടുകാരെ കാണിക്കാമെന്ന് വെച്ച് കുറച്ച് നേരം വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് പോയി. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വീടിനവിടെ മേളിൽ കുടുംബശ്രീക്ക് പോകത്തില്ലേ, അവിടെ പോകുന്ന വഴിക്ക് നിൽക്കുവാണ്. കുടുംബശ്രീയിലോട്ട് പോകാനെ കൊണ്ട് ഇന്ന് കുടുംബശ്രീ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതുപോലെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്തച്ചിട്ടി വീതിക്കുന്നതായിരുന്നു. ഞങ്ങൾ അത്തച്ചിട്ടി ഉണ്ടായിരുന്നേ. അപ്പോൾ അത് ഇന്ന് വീതിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച വീതിക്കാനിരുന്നതാണ്. അപ്പം വീതിക്കാൻ പറ്റിയില്ല. അന്നേരം ഇന്ന് എല്ലാവരും 4:30 ആകുമ്പോഴത്തേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജോലിക്ക് പോയിട്ട് ആ വഴി ഇങ്ങ് പോരുക. കാരണം വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങ് മടിക്കും പോകാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോരുന്നു. അപ്പോൾ ഞാൻ ഈ വഴിയൊക്കെ നടന്ന് പോകുന്നതാണ് കുടുംബശ്രീക്ക് കേട്ടോ. നടന്നങ്ങനെ പോയി ആ വളവില്ലേ, ആ വളവ് തിരിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഇടത് സൈഡിലാണ് വീട്, കുടുംബശ്രീ കൂടുന്ന വീട്. അപ്പം അങ്ങോട്ട് പോകാനെ കൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുക. പിന്നെ വേറെ എന്താ, അപ്പോൾ എന്നും ഒരേപോലത്തെ വീഡിയോ ആണെന്നും പറഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കമൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകളെല്ലാം നമുക്ക് പറ്റുള്ളൂ. വേറെ വീഡിയോ ഇടാൻ പറ്റുന്ന സാഹചര്യങ്ങളോ ഇടാൻ പറ്റുമെങ്കിലോ നമ്മളതിട്ടേനെയായിരുന്നു. നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇടാതിരിക്കുമല്ലോ. നമുക്കിങ്ങനെയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാനാ. അപ്പം മാറ്റങ്ങൾ വരുത്താനൊക്കെ നോക്കാം. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ നോക്കാം. പിന്നെ നമ്മൾ കൂലിപ്പണിക്കാരെ പോലുള്ളവരാകുമ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നതും നമ്മുടെ വീട്ടിലെ ജോലിയും കാര്യങ്ങളും അതൊക്കെ കാണത്തുള്ളൂ കൂട്ടുകാരാ. പിന്നെ നമ്മളല്ലാതെ ട്രാവൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നതോ ഒക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളങ്ങനെ എങ്ങോട്ടും പോകുന്നില്ല. പിന്നെ അത് തന്നെയല്ല, ഞാൻ അങ്ങോട്ട് ജോലിക്ക് പോകുന്ന വഴിക്കൊന്നും നമുക്ക് എപ്പോഴും അങ്ങനെ വീഡിയോ പിടിക്കാനൊന്നും പറ്റത്തില്ല. കാരണം നമ്മൾ വണ്ടിയെ പോകുമ്പോൾ ഞാൻ ഒരുവിധം ഇതിലാണ് വണ്ടിയെ പോകുന്നത്. അപ്പം ഞാൻ എന്നെ ഒറ്റക്കൈയിലൊന്നും ഫോണും ഓണാക്കി വെച്ചൊന്നും വീഡിയോ എടുത്തുകൊണ്ടൊന്നും നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോകുന്ന വീട്ടിലൊക്കെ നമ്മൾ സമയത്തിനോ അല്ലെങ്കിൽ സമയത്തിന് മുന്നോ ചെല്ലണം. ഒരു 5 മിനിറ്റൊക്കെ താമസിച്ചാൽ ഞാൻ അങ്ങനെ ഒരു ഇട വരുത്തിയിട്ടില്ല. ഞാൻ എവിടെ ജോലിക്ക് പോയാലും ഞാൻ എൻ്റെ സമയത്തിന് മുന്നേ ഞാൻ ചെന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ മുഖമോ വല്ല വലിക്കുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ജോലി ഇച്ചിരി താമസിച്ചാലും നമ്മൾ പോകുന്നിടത്ത് കൃത്യനിഷ്ഠയായിരിക്കണം എന്ന് ചിന്താഗതിയുള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ അവിടെ ഇവിടെ നിന്ന് ഫോണോ വീഡിയോ പിടിക്കാനൊന്നും പറ്റത്തില്ല. എങ്കിലും സമയമുള്ള സമയത്ത് എനിക്ക് പറ്റുന്നിടത്ത് വണ്ടി നിർത്തിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അല്ലാതൊന്നും വീഡിയോ എടുക്കാനും പറ്റത്തില്ല. അപ്പോൾ കൂട്ടുകാരന് എങ്ങനെയുള്ള വീഡിയോ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ട്രാവലറാണോ, എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളതായിട്ടാണോ, യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ആണോ അതൊന്നും നമുക്കറിയില്ല. അപ്പോൾ എന്താണെങ്കിലും കമൻറ്റിലൂടെ പറയുക. അപ്പോൾ നമുക്കിങ്ങനെയൊക്കെ പറ്റുള്ളൂ കൂട്ടുകാരൻ ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ടാണ് നമുക്കത് മനസ്സിലായത്. നമുക്കിങ്ങനെയൊക്കെ പറ്റുള്ളൂ. എന്ത് ചെയ്യാനാ. വേറൊരു തരത്തിലൊന്നും വീഡിയോ എടുക്കാനോ പോകാനോ ഒന്നും ഉള്ളൊരു സാമ്പത്തികമോ മാനസികാവസ്ഥയോ ഒന്നുമില്ല നമുക്ക്. അതുകൊണ്ടാണ് അവിടെ ഒരു പൂച്ച വന്ന് നിൽക്കുന്നത്, റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ട. അങ്ങനെ നമുക്കിതുപോലൊക്കെ ഉള്ളതൊക്കെ ഉള്ളൂ. വീട്ടിലെ ജോലിയും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. ഇപ്പം എന്ത് ചെയ്യാനാ. ഉള്ളതൊക്കെ അല്ല നമുക്ക് വീഡിയോ ഇട്ടിടാൻ പറ്റൂ. നമ്മൾ അല്ലാതെ നമുക്ക് വീഡിയോയ്ക്കായിട്ട് നമ്മൾ ഇറങ്ങാനോ കാര്യങ്ങൾ നോക്കാനോ നമുക്ക് പറ്റില്ല. അങ്ങനെ ഇറങ്ങി നടക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത് പറ്റും. കാരണം പുറകെ സാമ്പത്തികങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കതൊന്നും വിഷയമില്ല. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്തും ഒക്കെ അങ്ങനെ പറ്റും. നമുക്ക് ആകെപ്പോകെ ഉള്ളൊരു ഫോണായിരുന്നു. അത് 3-4 വർഷം മുമ്പുള്ളൊരു ഫോണുമാണ്. ക്യാമറയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മൾ ഷൂട്ടിങ്ങിന് അതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പട്ടിണിയാവും, ഞാനും പട്ടിണിയാവും. നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല.
അഥവാ ഇനി കിട്ടിയാൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരിക്കൽ കിട്ടുവാണെങ്കിലും വളരെ തുച്ഛമായിട്ടുള്ളതൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ നോക്കണ്ടേ കൂട്ടുകാരെ, അതുകൊണ്ടൊക്കെയാണ്. എന്നാലും നമുക്ക് പറ്റുന്ന പോലെയൊക്കെ മാറ്റങ്ങൾ വരുത്താം. പറ്റിയില്ല. അപ്പോൾ ഇതാണ് ഞാൻ ജോലിക്ക് പോയ കല്യാണ വീട്. അപ്പോൾ വൈകിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ, ഞാനും ചേട്ടനും മക്കളും എല്ലാവരും കൂടെ അവിടെ പോയി. അപ്പോഴാണ് ലൈറ്റൊക്കെ, ഞാൻ പോരുന്ന വരെ ലൈറ്റൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ റോഡൊക്കെ ഇന്ന് തൂത്തുവാരിയിട്ട കേട്ടോ, ആ ഒരു സൈഡിലോട്ടാണ് ഞാൻ എൻ്റെ വണ്ടിയൊക്കെ എടുത്ത് വെക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ പോയി. അപ്പോൾ അന്നേരമാണ് കാണുന്നത് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടേക്കുന്നത്. പിന്നെ ചെറുതായിട്ട് പന്തലുമൊക്കെ ഇട്ടു. ഞാൻ പോരുന്നിടം വരെ ഇതൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇന്ന് 3 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ജോലി കഴിഞ്ഞ് പോരുന്നായിരുന്നു കൂട്ടുകാരെ. കണ്ടോ, ഇവിടെയൊക്കെ നല്ല രസമാക്കി ഞങ്ങൾ വൈകിട്ട് ചെന്നപ്പോഴത്തേക്ക്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ കൂട്ടുകാരെ.